നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമാണ് ഉറക്കമെന്നത് അല്ലേ. ഒരായുസിൻ്റെ 1/3 അല്ലെങ്കിൽ 4/1 നമ്മൾ ഉറങ്ങി തീർക്കുന്നുണ്ട്. പലപ്പോഴും രോഗികളായ ആളുകൾ പറയാറുണ്ട്, രാത്രിയാകുന്നത് തന്നെ പേടിയാണ്, ഉറക്കം വളരെ കുറവാണ്. ഇപ്പോൾ ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന ആളുകളും വലിയ ആക്സിഡൻറ്റുകളൊക്കെ സംഭവിച്ച് വിശ്രമിക്കുന്ന ആളുകൾ, അവർക്ക് ഉറക്കം വലിയ പ്രശ്നമാണ്. പകലിങ്ങനെ അലസമായി കിടക്കുന്നത് കൊണ്ടും ചെറിയ തോതിലൊക്കെ ഉറങ്ങുന്നത് കൊണ്ടും ക്ഷീണമില്ലാത്തത് കൊണ്ടും രാത്രി പലപ്പോഴും അവർ ഉറങ്ങാറില്ല. രാത്രിയാകുന്നത് തന്നെ പേടിയാണ് നമുക്ക്. എത്ര ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട്. ഇപ്പോൾ കൂടുതലുള്ള ആൾക്കാർ പറയും, ആവുന്നല്ലമ്മ എല്ലാം കടന്നുറങ്ങുന്നുണ്ട്, പകല് രാത്രി മാത്രമേ ഉറങ്ങാത്തുള്ളൂ. ഇപ്പോൾ രാത്രി ഇങ്ങനെ ഉറങ്ങാതെ കിടക്കുക എന്നുള്ളത് വലിയൊരു അസ്വസ്ഥതയാണ്. എല്ലാവരും ഇങ്ങനെ ഉറങ്ങുമ്പോൾ നമ്മൾ മാത്രം ഉറങ്ങാതെ കിടക്കുക എന്നത് തന്നെ ഒരു വലിയ അസ്വസ്ഥതയാണ്. ഉറക്കം ഒരു ചെറിയ മരണത്തിന് തുല്യമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ. നമ്മൾ എണീറ്റപ്പോഴും അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹി നുശൂർ, നമ്മെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിക്കുന്ന അല്ലാഹുവിനാണ് സകല സ്തുതിയും. അപ്പോൾ ഒരു മരണത്തിന് ശേഷമാണ് നമ്മൾ ഇന്ന് എണീറ്റ് വന്നത്. അപ്പോൾ ഇത് മരണതുല്യമായ ഒരു പ്രതിഭാസമാണ് ഉറക്കമെന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം അല്ലേ, 1/3 4/1 വരുന്ന ഈ ഉറക്കത്തിൻ്റെ സമയം, രാത്രി സമയം, അത് എങ്ങനെയാണൊരു വിശ്വാസി ചെലവഴിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. രാത്രി ഉപദ്രവങ്ങൾ പകലിനേക്കാൾ ഉപദ്രവം കൂടിയൊരു സമയമാണ് രാത്രി. അതെല്ലാ തരത്തിലും, പൈശാചികമായ ഉപദ്രവങ്ങളാണെങ്കിലും ജിന്നിലും മനുഷ്യരിലും പെട്ട പിശാചുക്കളുടെ ഉപദ്രവങ്ങൾ കൂടുതലുള്ള സമയമാണ് രാത്രി എന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രഭാതത്തിലും പ്രദോഷത്തിലും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് എന്ന ഏറ്റവും ലളിതമായ, ഏറ്റവും ശക്തമായ ഒരു കാവലാണ്. ഏറ്റവും ലളിതവും ഏറ്റവും ശക്തവുമായ ഒരു കാവലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഭാതത്തിലും പ്രദോഷത്തിലുമായി ഒരു വിശ്വാസിക്ക് ഓഫർ നൽകുന്ന അല്ലേ, അള്ളാഹുവിനോടുള്ള ശരണ പ്രാർത്ഥനയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളത് ആത്മാർത്ഥമായി നിർവഹിക്കുക അല്ലേ. പ്രഭാതത്തിലെ പ്രദോഷത്തിലെ പ്രാർത്ഥനകളിൽപ്പെട്ട വലിയ ഒരു പ്രാർത്ഥനയാണ്. അതേപോലെ തന്നെ ബിസ്മില്ലാഹില്ലദി ലാ യളുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം പ്രാർത്ഥിക്കുക എന്നത്, രാത്രി നമസ്കാരം നിർവഹിക്കുക എന്നത് അല്ലേ. രാത്രി മുഴുവനൊന്നും നമസ്കരിക്കേണ്ട, ഉറങ്ങി എണീറ്റതിന് ശേഷം 1/3, രാത്രിയുടെ 1/3, അതുമല്ലെങ്കിൽ ഒരു കുറഞ്ഞ ഭാഗമെങ്കിലും, രാത്രിയുടെ ചെറിയൊരു ഭാഗമെങ്കിലും നമസ്കരിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് നമുക്കറിയാം അല്ലേ, നീര് വരുമാർ, കാലൊക്കെ ഇങ്ങനെ നീര് വെച്ച് ചീർത്ത് തടിച്ചിരിക്കുന്നവരെ പ്രഭാതമാകുമ്പോഴേക്ക് അത്രത്തോളം ദീർഘമായി സൂറത്തുൽ ബഖറയും സൂറത്തുൽ ആലി ഇമ്രാനും സൂറത്തുൽ നിസാ ഒക്കെ പാരായണം ചെയ്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കരിച്ചിരുന്നത്. കാലൊക്കെ നീര് വന്ന് ചീർത്തിരുന്നു എന്നാണ്. അപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു മറുപടി, അഫലാ അകൂനു അബ്ദൻ ഷക്കൂറ അല്ലേ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകേണ്ടതെന്നാണ് ചോദിച്ചത്. നന്ദിയുള്ള ഒരു അടിമയാകാൻ വേണ്ടി അത്രത്തോളം രാത്രി ദീർഘമായി നമസ്കരിച്ച ഒരു പ്രവാചകനിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയൊന്നും നിസ്കരിച്ചിട്ടില്ലെങ്കിലും കുറഞ്ഞ സമയമെങ്കിലും രാത്രി നമസ്കരിക്കുക എന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു ആരാധനയാണ്. അതേപോലെ തന്നെ രാത്രി ഒറ്റക്കാകാതിരിക്കുക എന്നുള്ളത്. ഒറ്റക്ക് ഒരു വീട്ടിൽ താമസിക്കുന്നതും ഒരു വീട്ടിൽ ഉറങ്ങുന്നതുമെല്ലാം
ഒഴിവാക്കേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളിൽ നിന്ന് കാണാൻ പറ്റും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ അൽ വഹ്ദതി അൻ യബീത അർ-റജുലു വഹ്ദഹു ഔ യുസാഫിറ വഹ്ദഹു. ഒരാൾ തനിച്ച് രാപാർക്കുന്നതും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചു എന്ന് ഹദീസുകളിൽ കാണാൻ പറ്റും. അപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക, അതേപോലെ ഒറ്റയ്ക്കൊരു വീട്ടിൽ ഉറങ്ങുക എന്നുള്ളത് ഇപ്പോൾ എത്രയോ ആളുകൾ അല്ലേ സ്ട്രോക്കായിട്ടും അസുഖമായിട്ടൊക്കെ രാവിലെ വന്ന് നോക്കുമ്പോൾ പള്ളിയിൽ കാണുന്നില്ല, അല്ലെങ്കിൽ ഭാര്യ വീട്ടിൽ പോയതാണ്, മൂപ്പര് വരാമെന്ന് പറഞ്ഞാണ്, കൊണ്ടുപോകാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞതാണ്, പക്ഷെ വിളിച്ചു നോക്കിയിട്ട് ഫോൺ എടുക്കണില്ല. ചെന്ന് നോക്കുമ്പോൾ അതാ മരിച്ചു കിടക്കുകയാണ് ബെഡ്റൂമിൽ. അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് എത്തുന്നില്ല, സമയമായിട്ടും ഡ്യൂട്ടിക്ക് എത്താത്തത് കൊണ്ട് ലോഡ്ജിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ആളെ അന്വേഷിച്ച് സുഹൃത്തുക്കൾ വരികയാണ്, സ്ട്രോക്കായിട്ട് അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. എത്ര സമയം അങ്ങനെ കിടന്നു എന്ന് പോലും അറിയില്ല എന്നാണ്. എനിക്ക് എത്രയോ സംഭവങ്ങൾ നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്കിതിൽ നിന്ന് ഈ സംഭവങ്ങളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്താണ്. അതേപോലെ തന്നെ കമിഴ്ന്ന് കിടക്കരുത്. ഇപ്പോൾ രാത്രിയിൽ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളും നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുമാണ് ഉണർത്തുന്നത്. കാരണം രാത്രി എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമാണ് അല്ലേ. 1/3 അല്ലെങ്കിൽ 4/1 ഒരു ആയുസ്സിൻ്റെ 3/1 4/1 വരുന്നൊരു സമയം നമ്മൾ രാത്രിയിലാണ് ചെലവഴിക്കുന്നത്, ഉറക്കത്തിലാണ് ചെലവഴിക്കുന്നത്. അപ്പം അത് അള്ളാഹുവിനും റസൂലിനും ഇഷ്ടപ്പെട്ട പോലെ ആ സമയം മാറ്റിയെടുക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ബാധ്യതയാണെന്ന് മനസ്സിലാക്കുക. കമിഴ്ന്ന് കിടക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾക്ക് കമിഴ്ന്ന് കിടന്നാലേ ഉറക്കം വരുള്ളൂ. അപ്പം അങ്ങനെ ശീലമുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച കാര്യമാണ്. ഞാനൊരിക്കൽ ഒരു സഹാബി തിഖ്ഫത്തുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനൊരിക്കൽ പള്ളിയിൽ ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് കാലുകൊണ്ട് ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, ഇപ്രകാരം ഉറങ്ങാൻ താങ്കൾക്ക് ഇപ്പം എന്താ പറ്റിയത്? ഇങ്ങനെ ഉറങ്ങുന്നതിനെ അള്ളാഹു വെറുക്കുന്നു എന്നാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനത് കോപമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഈ ഹദീസിനെ കുറിച്ച് ഇമാം അൽബാനി സ്വഹീഹാണ് എന്നാണ് അതിൻ്റെ സനദ് പരിശോധിച്ചിട്ട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കമിഴ്ന്ന് കിടക്കുന്ന ശീലം അത് ഉണ്ടാകാൻ പാടില്ല. കുട്ടികളെ ചെറുപ്പത്തിലേ അങ്ങനെ ചില കുട്ടികൾക്ക് ഉണ്ടാവും, അങ്ങനെ കമിഴ്ന്ന് ഉറങ്ങണ ശീലം ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെറുപ്പത്തിലേ എന്ത് ചെയ്യണം, അത് മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത ശീലങ്ങൾ ശീലിപ്പിക്കാനോ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ ശീലങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കാനോ ഒരു വിശ്വാസി പാടില്ല എന്നതുകൊണ്ട് അതങ്ങനെ തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഭക്ഷണാവശിഷ്ടങ്ങൾ കഴുകുക എന്നത്, രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം, ഭക്ഷണാവശിഷ്ടങ്ങൾ കഴുകിക്കളയണമെന്ന് ഹദീസിൽ കാണാൻ പറ്റും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് കാണാം, മൻ നാമ ഫീ യദിഹി ഖമറുൻ വലം യഗ്സിൽഹു ഫഅസ്വാബഹു ഷൈഉൻ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു എന്നാണ്. തൻ്റെ കയ്യിന്മേൽ നെയ്യുണ്ടായിട്ട് അത് കഴുകാതെ ഉറങ്ങുകയും എന്നിട്ട് അയാൾക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അയാളെ തന്നെ ആക്ഷേപിച്ചു കൊള്ളട്ടെ എന്ന് ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസ്. ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് വേണം ഒരാൾ ഉറങ്ങാൻ പോകണം. അതേപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ഒളു എടുക്കുക എന്നത് ബറാ ഇബ്നു ഹാസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, താങ്കളുടെ വിരിപ്പിലേക്ക് താങ്കൾ ചെല്ലുവാൻ ഉദ്ദേശിച്ചാൽ നമസ്കാരത്തിന് ഉളു ചെയ്യുന്നത് പോലെ താങ്കൾ ഉളു ചെയ്യണമെന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ റൂമിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ വാതിലുകൾ എന്ത് ചെയ്യണം, ബിസ്മി ചൊല്ലി അടക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. രാത്രി ഇരുട്ടാകാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ വൈകുന്നേരമാകുമ്പോഴേക്ക് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പുറത്തിറങ്ങുന്നതിൽ നിന്നും തടഞ്ഞു വെക്കണം. രാത്രിയുടെ ഒരു ഭാഗം പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് റിലാക്സേഷൻ അനുവദിക്കാമെന്നാണ്. വാതിലുകൾ നിങ്ങൾ അടക്കുകയും അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുകയും ചെയ്യുക എന്നാണ്. തീർച്ചയായും ബിസ്മി ചൊല്ലി അടക്കപ്പെട്ട വാതിൽ അത് പിശാച് തുറക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും. അതുകൊണ്ട് ബിസ്മി ചൊല്ലിയിട്ട് എന്ത് ചെയ്യണം, ഒക്കെ ലോക്കാക്കണം. ഗേറ്റും വാതിലും എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യുക, ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. പാത്രങ്ങൾ മൂടി വെക്കുക. ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നിങ്ങൾ പാത്രം മൂടി വെക്കണം, വാതിലടക്കണം, വിളക്കുകൾ കെടുക്കണമെന്ന്. അതായത് കത്തുന്ന തീപിടുത്തത്തിന് സാധ്യതയുള്ള അപകട സാധ്യതയുള്ള വിളക്കുകൾ എന്ത് ചെയ്യണം, അത് അണക്കണം. അതേപോലെ തന്നെ എന്ത് ചെയ്യും, പാത്രം മൂടി വെക്കണം. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രികാലങ്ങൾ ചെയ്യാൻ കൽപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും.
അപ്പോൾ അതേപോലെ തന്നെ വിരിപ്പ് കൊടയണം എന്നാണ്. വിരിപ്പ് ഇങ്ങനെ ചുരുട്ടി വെച്ച വിരിപ്പാണെങ്കിൽ അതൊക്കെ എടുത്തൊന്നിട്ട് എന്ത് ചെയ്യണം, നിർത്തി കൊടയണമെന്ന്. ഒരാൾ തൻ്റെ വിരിപ്പിലെത്തിക്കഴിഞ്ഞാൽ അത് 3 പ്രാവശ്യം അയാൾ കുടയട്ടെ എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് കാണാൻ പറ്റും. അതേപോലെ സൂറത്തുൽ ഇഖ്ലാസും ഫലക്കും എന്ത് ചെയ്യണം, സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും ഓതണമെന്ന്. വിരിപ്പിലേക്ക് വന്നാൽ 2 കൈപ്പടങ്ങളും ചേർത്ത് വെച്ച് ആദ്യം അതിൽ ഊതണം. എന്നിട്ട് ഈ സൂറത്തുകൾ ഓതി ശരീരത്തിൽ ഊതിക്കൊണ്ട് എന്ത് ചെയ്യണം, ആദ്യം ഊതലാണ്. എന്നിട്ട് എന്ത് ചെയ്യും, ഈ സൂറത്തുകൾ ഓതിക്കൊണ്ട് അതെന്ത് ചെയ്യണം, ആ കൈ എത്തിനോടത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടവുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ പറ്റും. ആയത്തുൽ കുർസി ഓതുക എന്നത്. അതേപോലെ തന്നെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി എന്നുള്ള ആ 2 എന്താണ് സൂറത്ത് ആമനർ റസൂൽ നമ്മൾ പറയുന്ന സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്യുമായിരുന്നു, ഓതിയിരുന്നു. അതവന് മതിയാകുന്നതാണ്. അത്രയും മഹത്വമുള്ള കാര്യമാണ്. ഒരാൾക്കത് മതി എന്ന് പറയുമ്പം അത് എത്രത്തോളം എൻ്റെ കനങ്ങൾ ആലോചിച്ച് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്കത് മതിയാകും എന്ന് പറയാൻ മാത്രം മഹത്വമുള്ളതാണ് എന്ന് അത് കാണാം. അതിനെപ്പറ്റി ഒട്ടേറെ വേറെ ഹദീസുകളും ഈ വിഷയത്തിൽ വന്നതായിട്ട് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനും റബ്ബ് തൗഫീഖ് നൽകുമാറാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് ഫർവത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്ത് ചെല്ലണമെന്ന് നബിയെ താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തന്നാലും എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ സൂറത്തുൽ കാഫിറൂൻ ഓതണം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തുൽ കാഫിറൂൻ ഓതണം. അത് ശിർക്കിൽ നിന്നുള്ള മോചനമാണ് എന്ന് അദ്ദേഹത്തെ പഠിപ്പിച്ചതായി ഇമാം തിർമുദി ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം അൽബാനി സഹീഹാണ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറ്റുമെങ്കിൽ സൂറത്തുൽ കാഫിറൂനും ഓതാം. അതേപോലെ തന്നെ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, സൂറത്തു സജദയും സൂറത്തു മുൽക്കും പാരായണം ചെയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാറുണ്ടായിരുന്നില്ല എന്നാണ്. ഈ 2 സൂറത്തും 30 ആയത്തുള്ള കുറച്ച് വലിയ സൂറത്തുകളാണ് അല്ലേ. അത് 2ഉം പാരായണം ചെയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാറുണ്ടായിരുന്നില്ല എന്ന് എന്താണ് തിർമുദിയിൽ കാണാൻ സാധിക്കും. അതും ഇമാം അൽബാനി സഹീഹാണെന്ന് വിശേഷിപ്പിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് സമയമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതും ഓതാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ വലതുവശത്തേക്ക് ചെരിഞ്ഞ് കിടക്കുക. വലതുവശത്തേക്ക് ബറാഅ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ രാത്രി കിടക്കുവാൻ വന്നാൽ നമസ്കാരത്തിന് ഉളൂ ചെയ്യുന്നത് പോലെ ഉളൂ ചെയ്യുകയും ശേഷം താങ്കളുടെ വലത് ഭാഗം ചേർന്ന് കിബിലക്ക് അഭിമുഖമായിട്ട് എന്ത് ചെയ്യാം, ബെഡ് അങ്ങനെ ഇടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇടുക. ഒരു സുന്നത്തിനെ ജീവിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട്. അല്ലെങ്കിൽ അങ്ങനെ അല്ല ബെഡ് നിൽക്കണം, ഇപ്പോൾ ഇന്ന് തന്നെ പോയിട്ട് ആകെ അലാക്കുണ്ടാക്കണ്ട. ബൈക്കണമാരിയൊക്കെ വലതുവശത്തേക്ക് ചെരിഞ്ഞ് കിടക്കുക. അപ്പോൾ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതേപോലെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിൽ ചെല്ലേണ്ട പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന വ ജന്നിബി ശൈത്താന മാ റസഖ്തന എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥന അത് ചൊല്ലാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒട്ടേറെ പ്രാർത്ഥനകളുണ്ട്. അതിലേതെങ്കിലുമൊക്കെ മിനിമം ഒന്നെങ്കിലും ചെല്ലാൻ എന്ത് ചെയ്യുക, പരമാവധി ശ്രമിക്കുക. അതിനൊക്കെ ചെറിയ അദ്കാറിൻ്റെ ചെറിയ ആപ്പുകൾ നമ്മളെ മൊബൈലിൽ ഗൂഗിൾ പ്ലേയിലും ആപ്പിൾ സ്റ്റോറിലൊക്കെ കിട്ടും. അദ്കാറിൻ്റെ ആപ്പുകൾ അതിലൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്നുള്ളൊരു ഹെഡിങ്ങിൽ എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും. അതുകൊണ്ട് ശീലമില്ലാത്ത ആളുകൾ അതൊന്ന് തുറന്നു വെച്ചാൽ അതിന് കൃത്യമായ ഓർഡറും ഒക്കെ അതിലുണ്ടാവും. എത്ര വട്ടം ചെല്ലേണ്ടോ ഒക്കെ അതിലുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ അല്ലേ, എത്രയോ നമ്മൾ റീൽസും ഷോർട്സും യൂട്യൂബിൽ മറ്റു വീഡിയോകളും കോമഡികളൊക്കെ കണ്ട് എത്രയോ സമയം നമ്മൾ സ്ക്രീൻ ടൈമായിട്ട് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ നല്ല കാര്യങ്ങൾ, ഉറക്കം എന്നുള്ളത്, രാത്രി എന്നുള്ളതൊക്കെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം, നമ്മളറിയാതെ അപഹരിച്ചു പോകുന്ന ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമാണ്. അതൊക്കെ നാളെ സൽക്കർമ്മമായിട്ട്, നാളെ നമ്മുടെ ഏടുകളിൽ ഒരു കനം തൂങ്ങുന്ന ഇബാദത്തുകളായിട്ട്, സൽക്കർമ്മങ്ങളായിട്ട് ഹാജരാക്കപ്പെടണമെങ്കിൽ ചെറിയൊരു പരിശ്രമം, ചെറിയൊരു ആത്മാർത്ഥമായ ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാവുന്നതാണ്. കാരണം ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ, മതപരമായ കാര്യങ്ങൾ, അള്ളാഹുവിനും റസൂലിനും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥതയും ഉദ്ദേശശുദ്ധിയുമെല്ലാം അതിനൊക്കെ അള്ളാഹു വലിയ പ്രതിഫലങ്ങളും കൂടുതൽ തൗഫീഖും തരുന്നു. അതാണ് നന്മകളുടെ പ്രത്യേകത. നമ്മൾ എത്രത്തോളം അത് ചെയ്യുന്നോ കൂടുതൽ നന്മകളുടെയും ഇബാദത്തിൻ്റെയും സൽക്കർമ്മങ്ങളുടെയും വാതിലുകൾ അള്ളാഹു നമുക്ക് തുറന്നു തരും, കൂടുതൽ അവസരങ്ങൾ തരും. നമ്മൾ അള്ളാഹുവിലേക്ക് ഒരു മുഴം വെച്ചാൽ അള്ളാഹു നമ്മളിലേക്ക്, ഒരു ചാണ് വെച്ചാൽ അള്ളാഹു നമ്മളിലേക്ക് ഒരു മുഴം വെക്കുമെന്നാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് നടന്നാൽ അള്ളാഹു നമ്മളിലേക്ക് ഓടുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബോധത്തോടു കൂടെ നാളെ നമ്മുടെ
നമ്മളെ കർമ്മം, നമ്മളെ പരലോകരക്ഷയ്ക്ക് വേണ്ടി ഒരാളും നമ്മളെ സഹായിക്കാനില്ലാത്ത ഒരവസരത്തിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ മാത്രം നമുക്ക് ബാക്കിയാകും. നിങ്ങൾ ആലോചിക്കൊരു ദീർഘകാലഘട്ടം ആ ഖബറിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ ഒന്നും ചെയ്യാല്ല, നമ്മൾ ലോക്കായിട്ട് കിടക്കണം. ഈ ദുനിയാവിലേക്ക് തിരിച്ചു പോകാൻ സാധ്യമല്ല. വലിയൊരു വിചാരണയെ കാത്തുകൊണ്ട് ആ ഖബറിൽ കിടക്കുന്ന സന്ദർഭങ്ങളിൽ കുറച്ചെങ്കിലും നമ്മൾ ജീവിതത്തെ സമ്പന്നമാക്കിയിട്ടുണ്ട് എന്ന്, കുറച്ചെങ്കിലും നമ്മൾ ചെയ്തു തീർത്തിട്ടുണ്ട് എന്ന്, നമ്മൾ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് എന്ന്. വത്തഖുല്ലാഹ മസ്തതഅ്തും, അല്ലേ, നിങ്ങൾ കഴിവിൻ്റെ അത്ര പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന നമുക്ക് പാലിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നെങ്കിലും ആശ്വസിക്കാൻ ഉള്ളൊരു നമ്മൾ അത്ര ചെറിയൊരു ശ്രമമെങ്കിലും നമ്മൾ ദീനിൻ്റെ വിഷയത്തിൽ നടത്തുക. കാരണം വലിയ ആർക്കും സഹായിക്കാൻ പറ്റാത്ത ഒരു ദിവസം റബ്ബിൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും. അന്ന് ഈ നാവിന് സംസാരിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ കൈകൾ സംസാരിക്കുന്ന, കാലുകൾ സാക്ഷി പറയുന്ന, ഭൂമി വർത്തമാനങ്ങൾ വിളിച്ചു പറയുന്ന, അല്ലേ, നമ്മൾ ചെയ്ത കർമ്മങ്ങളൊക്കെ മറ്റാളുകൾ ഏഷനുടെയും പരദൂഷണത്തിൻ്റെയും കണ്ടതും കേട്ടതും പറഞ്ഞതിൻ്റെ പേരിൽ, പരദൂഷണം പറഞ്ഞതിൻ്റെ പേരിൽ, ഏഷണി പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളൊക്കെ നമ്മുടെ ചുറ്റും ജീവിച്ച ആളുകൾ നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ ഏറ്റെടുക്കുകയും അവരുടെ തെറ്റുകൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്ന വലിയ വലിയ പ്രയാസങ്ങളും നഷ്ടങ്ങളും സാക്ഷ്യം വഹിക്കാനിരിക്കുന്ന വേദിയാണ് നാളത്തെ വിചാരണ എന്ന് പറഞ്ഞാൽ. അവിടെ രക്ഷപ്പെടണമെങ്കിൽ സഹോദരങ്ങളെ ഈ ഒരു ബോധത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ.